നടി രംഗത്ത് വന്ന്, നടിയെന്ന് പറയുമ്പോൾ ഒരു യുവതി രംഗത്ത് വന്ന് പറയുന്നു തന്നെ ഇന്ന വ്യക്തികൾ മാനസികമായും ശാരീരികമായും ഒക്കെ പീഡിപ്പിച്ചിട്ടുണ്ട്, വാഗ്ദാനങ്ങൾ നൽകി പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്നാണ് ആലുവ സ്വദേശിനിയായ നടിയുടെ ഈ വെളിപ്പെടുത്തൽ വന്നത്. വെളിപ്പെടുത്തൽ കേട്ട് ആരും ഞെട്ടിയില്ല. കാരണം നടൻ ജയസൂര്യ, നടൻ മുകേഷ്, നടൻ ഇടവേള ബാബു ഇവർക്കെതിരെയായിരുന്നു നടിയുടെ പരാതി. മുകേഷിനെതിരെ മരട് പോലീസും ജയസൂര്യക്കെതിരെ തിരുവനന്തപുരം കണ്ടോൺമെന്റ് സ്റ്റേഷനും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അന്വേഷണവും തുടങ്ങി. അപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിനാണല്ലോ അന്വേഷണ ചുമതല. പ്രത്യേക അന്വേഷണ സംഘം നടിയുടെ വീട്ടിലെത്തി മൊഴിയെടുത്തു. എന്നിട്ട് ഇവരുടെ ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, മൊബൈൽ ഫോൺ ഇതിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിച്ചു. വിവരങ്ങൾ ശേഖരിച്ച ഉദ്യോഗസ്ഥർ ഇവരുടെ ഫേസ്ബുക്ക് ലോക്ക് ചെയ്തിട്ട് പാസ്വേഡ് നഷ്ടപ്പെടുത്തി എന്നാണ് നടിയുടെ പരാതി. നടി ഇപ്പോൾ ആകെ തിരിഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ ലൈംഗിക പീഡന പരാതി അവിടെ നിൽപ്പുണ്ട്. ഇപ്പോൾ അന്വേഷണ സംഘത്തിനെതിരെയാണ് നടിയുടെ പരാതി. അവരുടെ സ്വകാര്യതയെ അന്വേഷണ സംഘം നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. ഇവരുടെ വീട്ടിൽ നിരന്തരം പോലീസുകാർ വരുന്നത് കൊണ്ട് സ്വന്തം മകന് മുറിവിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്നും നടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു ശബ്ദ സംഭാഷണത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ അവർ വെളിപ്പെടുത്തുന്നത്. എന്നിട്ട് മറ്റൊരു കാര്യം കൂടി നടി പറയുന്നുണ്ട്. ഹൈക്കോടതിയിൽ എന്തുകൊണ്ട് പോലീസ് സംഘം അപ്പീലിന് പോയില്ല? സെഷൻസ് കോടതിയിൽ നിന്ന് മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. ഈ മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും അപ്പീലിന് പോയില്ല. അവിടെ തന്നെ അന്വേഷണ സംഘത്തിലുള്ള വിശ്വാസം നടിക്ക് നഷ്ടമായെന്നും അവർ പറയുന്നു. തീർച്ചയായും എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ കഴിയും. സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ്. അന്വേഷണ സംഘം എല്ലാം ഉറപ്പ് കൊടുക്കുന്നു, നിങ്ങൾക്ക് യാതൊരു പ്രതിസന്ധിയും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പ് കൊടുത്ത ശേഷമാണ് അവരുടെ അടുത്ത് മൊഴിയൊക്കെ എടുക്കുന്നത്. ഈ മൊഴിയൊക്കെ എടുത്ത് അല്ലെങ്കിൽ കൊടുത്ത് വരുമ്പോൾ ആരോപണ വിധേയനായ ആളിന് മുൻകൂർ ജാമ്യം ലഭിക്കുന്നു. അതിനെതിരെ അപ്പീൽ പോകണമെന്ന പോലീസുകാർ ആദ്യം പ്രഖ്യാപിക്കുന്നു, എന്നിട്ട് പിന്നീട് അത് വേണ്ട എന്ന് വെക്കുന്നു. അപ്പോൾ ഇതിനകത്തൊക്കെ എന്തോ രാഷ്ട്രീയ ഇടപെടലുണ്ട്, ഉന്നതരെ സംരക്ഷിക്കാനുള്ളൊരു നീക്കമുണ്ട് എന്ന് ആ യുവതിക്ക് തോന്നിയാൽ അതിൽ കുറ്റം പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ജയസൂര്യക്കെതിരെയുള്ള അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ഇടവേള ബാബുവിൻ്റെ കാര്യത്തിലും ഏതാണ്ട് അതുപോലെ തന്നെ. മുകേഷ് MLA സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിനെതിരെ വരുന്ന വാർത്തകളും ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിരന്തരം വാർത്തകളിൽ വരുന്നത് കൊണ്ട് എല്ലാം ലൈവായി നിൽക്കുന്നു, ലൈം ലൈറ്റിൽ നിൽക്കുന്നുണ്ട്. മറ്റ് സംഭവങ്ങളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഈ യുവതി തന്നെ 7 പരാതികളാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ തികച്ചും ഈ നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ച യുവതി ഇപ്പോൾ അന്വേഷണ സംഘത്തിനെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. അത് തൻ്റെ സ്വകാര്യതയെ ഇവർ മാനിക്കുന്നില്ല. തൻ്റെ സ്വകാര്യതയെ നഷ്ടപ്പെടുത്തി, തൻ്റെ FB ലോക്കാക്കി, പാസ്വേഡ് നഷ്ടപ്പെടുത്തി, നിരന്തരം പോലീസുകാർ വീട്ടിൽ കയറിയിറങ്ങുന്നു. മകന് പോലും സ്വൈരമായി മുറുക്കി പുറത്തോട്ടിറങ്ങാൻ കഴിയുന്നില്ല. ആ തരത്തിലുള്ള ആരോപണവുമായി നടി വരുമ്പോൾ തീർച്ചയായും അവരുടെ ആരോപണത്തിന് ശക്തി കൂടുന്നുണ്ട്. അത് കാതുകൂർപ്പിച്ച് കേൾക്കാൻ അന്വേഷണ സംഘം തയ്യാറാവുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.